Hey guys, welcome to a പുതിയ വ്ളോഗ്. ഇന്നലെ ദിലീപ് ഏട്ടനുമായിട്ടുള്ള പോഡ്കാസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ അതീവ സന്തോഷവാനാണ് സുഹൃത്തുക്കളെ. ശരുവും അനന്തുമായിട്ടുള്ള പോഡ്കാസ്റ്റ് എടുക്കാനായിട്ട് ഇരിക്കാൻ നോക്കി, പക്ഷേ ഇന്നലത്തെ ടെൻഷനും സ്ട്രെസ്സും കാരണം ഞാൻ അത്ര എനർജറ്റിക് അല്ലാത്തത് കൊണ്ട് നമ്മളത് പിന്നത്തെ ഒരു ദിവസത്തേക്ക് ഷെഡ്യൂൾ ചെയ്തു. ഇനി നമുക്ക് ഒരുപാട് ഗസ്റ്റുകളെ കൊണ്ടുവരണമെന്നുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. വീട്ടിൽ നിന്ന് അച്ഛൻ വിളിക്കുന്നു, അമ്മ വിളിക്കുന്നു, നന്ദു വിളിച്ചു, വർഷ വിളിച്ചു. എല്ലാവർക്കും അറിയണം എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന്. പൊളിച്ച് ഗൈസ്, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. ഇന്ന് മഴവിൽ ഷൂട്ട് തുടങ്ങാൻ ഇനിയുള്ള 5 ദിവസം ഷൂട്ടായിരിക്കും. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ കുറച്ച് പോഡ്കാസ്റ്റുകൾ ചെയ്യാനായിട്ടുള്ള പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും നാളെ നമുക്ക് ഒരു പോഡ്കാസ്റ്റ് എടുക്കണം, ഇന്ന് രാത്രി പറ്റുമെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് എടുക്കണം, മറ്റന്നാ പറ്റുമെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് എടുക്കണം. ഇനി നമുക്ക് മന്ത്ലി ഒരു 4 എണ്ണം വെച്ച് ഇടണമെങ്കിൽ നമ്മൾ കുറച്ച് ബാക്കപ്പ് സെറ്റ് ചെയ്യണം ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം കാറി കയറാൻ നേരത്തെടുത്ത ഷോട്ട് വിജൃംഭിച്ചതാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്രാവശ്യം അത് തന്നെ പിടിക്കാന്ന് പറഞ്ഞേക്കാണ്. ലെറ്റ്സ് ഗോ ടു ദ ഷൂട്ട് ഗൈസ്. എന്നിട്ട് മഞ്ചേച്ചിക്ക് ഇന്നൊരു ഉമ്മ കൊടുക്കണം ഗൈസ്, കാരണം മഞ്ചേച്ചി കാരണമാണ് ദിലീപ് ഏട്ടൻ എന്റെ പോഡ്കാസ്റ്റിലേക്ക് വന്നത് തന്നെ. അപ്പൊ ലവ് യു. നമുക്കിനി ഫ്ലോറിലേക്ക് പോവാൻ സുഹൃത്തുക്കളെ. ഗൈസ് 2 എപ്പിസോഡായി. രാവിലെ ഷൂട്ടിന് കയറി കഴിഞ്ഞിട്ട് ഇപ്പൊ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് ഞാൻ ഇറങ്ങിയുള്ളൂ ഗൈസ്. ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. ആദ്യം തന്നെ ഇന്നലെ ദിലീപ് ഏട്ടന് നമ്മുടെ പോഡ്കാസ്റ്റ് കൊണ്ടുവരാൻ സാധിച്ച മഞ്ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുത്താലേ പറ്റുള്ളൂ ഗൈസ്. അപ്പം ദിലീപ് ഏട്ടൻ ഇന്നലെ കൊടുത്തതുപോലത്തെ ഒരു ഹാമ്പർ ഞാൻ അതിങ്ങോട്ട് വരുത്തിച്ച് വേണ്ട, അതിന്റെ ഒരു സാധനം ഇപ്പൊ നമുക്ക് മഞ്ചേച്ചിക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മുടെ കെവിന്റെയും ബർത്ത്ഡേ ആണ്. അപ്പൊ ഇത് ഞാൻ വരുത്തിയല്ല, ഇത് ഇവിടുത്തെ പിള്ളേരെല്ലാം കൂടെ സെറ്റ് ചെയ്താണ് അവന്മാർക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട്. ഞാൻ അവന്മാർക്ക് 2 പേരും കൂടെ കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കൊടുത്ത് അവന്മാരെ നമുക്ക് സർപ്രൈസ് ചെയ്യാം. പക്ഷെ ആദ്യം മഞ്ചേച്ചിക്ക് പോയാൽ നന്ദി പറയട്ടെ ഗൈസ്, കാരണം എനിക്ക് അറിയൂടാ ആ ഒരു താങ്ക് യു. അത് എനിക്ക് എന്നും എന്റെ ഹൃദയത്തിൽ കാണും. ഞാൻ അത് ചേച്ചിയുടെ അങ്ങോട്ട് പോട്ടെ. ഇതെന്തിന്റെ ഇത് സംഘടനയുടെ എന്തിന്റെ ഏത് സംഘടന? മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ സൗത്ത് കേരള ആണോ? അപ്പൊ ഞാൻ കൂപ്പൺ എടുക്കണോ? 2 എണ്ണം എനിക്ക് 200 രൂപ, 200 രൂപ. അണ്ണ ഇതൊക്കെ എന്തിന്? എനിക്ക് 200 രൂപ ആണോ? ഓ, നിനക്ക് എത്ര എണ്ണം പറഞ്ഞോടാ? നിനക്ക് 100 രൂപ. നീ ജൂനിയർ ആയോണ്ട് നിനക്ക് 100 രൂപ. നിങ്ങൾക്ക് കൊണ്ടോണ്ടോ കൂപ്പൺ? ഓ, എടുത്തിട്ട് അയ്യോ അയ്യോ അയ്യോ, എനിക്ക് എന്തിന്റെ കേടായിരുന്നു. എന്തിനടാ എടാ, നിങ്ങൾക്ക് കൊണ്ടാടാ ഈ കൂപ്പൺ? ആണോ? ഓക്കെ, നന്നായി. കൊടുക്കണ്ടല്ലേ? അപ്പൊ കൂപ്പൺ വാങ്ങിട്ട് പോവല്ലേ? നീ കൊടുക്കേണ്ടി വരുമോ? ചൂട് കൂപ്പണാ? എന്ത് അടുപ്പ് എടുത്തോണ്ട് വന്നാ നിങ്ങള്? അയ്യേ, ബിഹൈൻഡ് ദ സീൻസിൽ എന്തൊക്കെയാണ് സുഹൃത്തുക്കളെ ഇവിടെ നടക്കുന്നത്? 200? ഓ, നിങ്ങൾ സീനിയർ ആണല്ലേ? ഓ ശരി. ഓ ആയിക്കോട്ടെ. ഇതിന്റെ പൈസ ആര് തരും? ഞാൻ തരണോ? എടാ, ഇത് എല്ലാവരും ഉണ്ടാടാ ഇത്? ഒയ്യോ, മുങ്ങണം. 6 കൂപ്പൺ എടുത്തിട്ടുണ്ട് ഞാൻ. ചുമ്മാ ഞാൻ ചേച്ചി കണ്ടു വരട്ടെ. നിങ്ങൾ കൂപ്പൺ കൊടു ബാക്കിയുള്ളവർക്ക്. അല്ല ശരി. നല്ല ടൈമിംഗ് ഉണ്ട് സുഹൃത്തുക്കളെ. എനിക്ക് കൃത്യമായിട്ട് മേളിൽ കയറി വന്നു. ചേച്ചി താങ്കു. ഇല്ല, ഇതിൽ ഒതുക്കൂല. ഇത് എന്റെ ഒരു ചെറിയ സൂചകം. ദിലീപ് ഏട്ടൻ ഇന്നലെ ദൂരത്തെ ഒരു സാധനമാണ് ഞാൻ കൊടുത്തത്. ഓ ചേച്ചിക്ക് ഇഷ്ടമല്ലേ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ്? ഇഷ്ടമല്ലേ ചേച്ചിക്ക്? ഫോർമോളെന്ന് അയ്യോ ചുമ്മാ ഇരി. ഞാൻ അത് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇത് എടുത്തത്. ഇന്ന് മാറ്റി എടുത്തു തരാം ചേച്ചി. അത് കുഴപ്പമില്ല, കൊടുപ്പിച്ചെടുത്ത് എടുത്തോണ്ട് വരാം. പിന്നെ വിക്ടോറിയ സീക്രട്ട് ഇവിടെ കിട്ടാത്തോണ്ടാ ഞാൻ ബാത്ത് ആൻഡ് ബോഡിയിലേക്ക് കടന്നത്. അത് ലോഞ്ച് ആയിട്ടാ. ചേച്ചി താങ്ക് യു സോ മച്ച് ചേച്ചി. ചേച്ചിക്ക് അറിയാലോ എനിക്ക് ദിലീപേട്ടൻ എന്തുമാത്രമാണ് ഇഷ്ടമെന്ന്. ദിലീപേട്ടന്റെ ഉയരാണ് അവനെ. അതെ, ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഫ്ലോറിൽ വന്നപ്പോഴത്തേക്ക് എന്റെ കയ്യിൽ നിന്ന് പോയതായിരുന്നു. നീ എന്തൊക്കെയാ പറഞ്ഞു? ഞാൻ പാട്ടൊക്കെ പാടി കൊടുത്ത് ഇന്നലെ പാടേന്ന് വെച്ചാൽ വേണ്ടെന്ന് പറഞ്ഞു. കൊള്ളാം ചേച്ചി, കാണിച്ചുതരാം. ഇതാണ് സാധനങ്ങള്. ഇത് ബോഡി മിസ്റ്റ്. ഇത് എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ.
അല്ല ഇത് ഇതെന്തിനാണിത്? ബോഡി വാഷ്. ബോഡി വാഷ്. ഇത് ബോഡി മോയ്സ്ചറൈസർ. എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാ. ബാത്ത് ആൻഡ് ബോഡി വിക്ടോറിയ സീക്രട്ടും ആണ് യൂസ് ചെയ്യാറ് ഞാൻ. പക്ഷെ വേറൊരു സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവന്റെ. അതെ അതെ, അത് നമ്മൾ പതിയെ റിവീൽ ചെയ്യുന്നതായിരിക്കും. ചേച്ചിക്ക് കൂപ്പൺ വിറ്റാവന്മാര് വന്ന് വിറ്റല്ലേ? എനിക്ക് 6 കൂപ്പൺ തന്നു ചേച്ചി. എന്തിനാ 6 പറയുമ്പോ ഞാൻ നിർത്തി കീറിച്ചു. 1 2 മതി നിർത്തിക്കോ. ആണല്ലേ? 600 രൂപയല്ലേ ഉള്ളൂ. കുഴപ്പമില്ല, നമ്മളെ പിള്ളേരല്ലേ. ശരി, ചേച്ചി ഹാപ്പി ആയില്ലേ? ഹാപ്പി. ഞാൻ മണത്ത് നോക്കട്ടെ. മണത്ത് നോക്കേ. അടിപൊളി. സെറ്റല്ലേ ചേച്ചി? മതി ചേച്ചി. അപ്പൊ ഇനി ഇടയ്ക്ക് എനിക്ക് ഇവിടെ എടുക്കാം. ഇവിടെ എന്തോരം കാര്യങ്ങളാണ് ചേച്ചി നടക്കണത് അല്ലേ? സെറ്റ്. ചേച്ചി ഇനി ഒരുങ്ങിക്കോ, ഞാൻ താഴോട്ട്. വരും. പിന്നെ അമ്മരെ എന്നെ ഞാൻ അമ്മയെ പോലെ എന്നൊക്കെ പറഞ്ഞതാ. നല്ലൊരു വീഡിയോ ആയിരുന്നു ചേച്ചി. ഞാനും ഞാൻ പോയിട്ട് വരാം ചേച്ചി. ഗൈസ്, തിരിച്ച് ഞാൻ മേക്കപ്പ് റൂമിൽ എത്തി. ഇനി നമുക്ക് എവനെയും സർപ്രൈസ്. അവന്മാരെ സൈഡിൽ ഇരിക്കണം. അപ്പൊ നമുക്ക് ഇപ്പുറത്തെ റൂട്ടിൽ കൂടെ പോണം, അവന്മാരെ അറിയാതെ. കുട്ടി, നമ്മുടെ സാധനം സെറ്റ് അല്ലേ? ആണാടാ? അച്ചോടാ, പക്ഷെ അവന്മാർക്ക് ഇപ്പൊ കിഡ് സൈസ് അല്ലേ? ഉടുപ്പ് എവിടെയാടാ? ഉടുപ്പ് അത് ജോഗേഴ്സ് 2 പേർക്ക് സെയിം തന്നെ എടുത്തിട്ടുണ്ടല്ലോ. എന്നാ ബാ, നമുക്ക് അണ്ടർ ഗ്രൗണ്ടിലൂടെ പോവാം. കേക്ക് ആരൊക്കെ കൂടെയാണ് വാങ്ങിച്ചത്? ഞാൻ, വിഷ്ണു, ദീപു, നമ്മുടെ പിള്ളേരെല്ലാം കൂടെ. കൈയടി ടീം. അതെ അതെ, അത് എന്റെ സ്പെഷ്യൽ. ഞാൻ കാട്ടു കളിക്കൊക്കെ കൈയടിക്കാനായിട്ട് നമ്മളെ പിള്ളേരെ നിർത്തിയിട്ടുണ്ട് ഗൈസ്. അവരാണ് സെറ്റ് ചെയ്യുന്നത്. അവന്മാര് അപ്പുറത്തെ സൈഡിലാണ് ഗൈസ്. അവന്മാരവിടെ നിൽക്കുകയാണ്. ചേട്ടാ, എവനും അവിടെ നിൽക്കണമെന്ന് നോക്കിയാണ്. അങ്ങോട്ട് പോയാൽ കാണുമോ? എടാ കുട്ടി, സൈഡ് പിടിച്ച് പോ നൈസായിട്ട്, ആരും കാണാതെ. ഓ, എവിടെ വെക്കൂടാ? ഓ, ഇതൊക്കെ ചേച്ചിയുടെ പണിയായുധങ്ങളാ സുഹൃത്തുക്കളെ. അല്ല, അവിടെ വെക്കണ്ട, ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം. ഇത് കുറച്ച് ഇങ്ങോട്ട് ഇട്ടാലേ ചേച്ചി? കാണൂല. ഇത് അവിടെ നീക്കിയടാ കുട്ടി. ഞങ്ങളത് സെറ്റ് ചെയ്യട്ടെ കേസ്. ആർക്ക് ചേച്ചി? കണ്ടസ്റ്റൻസിന്. കുഞ്ഞു പിള്ളേരല്ലേ അവന്മാര്? തുറന്നു ചേച്ചി. ഇങ്ങനെ തന്നെ വെച്ചാ മതി. എന്താ അറിയാ, ഇനി ഭംഗിയൊന്നും ഇനി നോക്കണ്ട. അല്ലെങ്കിൽ എന്റെ ടേബിൾ മുഴുവൻ ചീത്ത. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അമ്മമാരും വിളിക്കും. ചേച്ചി വിളിക്കുവോ? ആരുടെ ആരും കൂടെ തുള്ളിച്ചാടിയൊക്കെ പോയത്? അടുക്കോട്ട് മറ്റേ പൊട്ടിക്കണ സാധനം ഉണ്ടായിരുന്നു, പൊട്ടിക്കായിരുന്നു. വേണ്ട വേണ്ട, ചേച്ചിയുടെ വായിക്കുന്ന അത്രയും കേൾക്കും. ചേച്ചി നമ്മളെ പൊട്ടിക്കുന്നു. ഒരു തവണയാടാ ഹാപ്പി ബർത്ത്ഡേ ടു യു. എടാ, അതെടുത്ത് തലയിൽ കൂടെ ഇടലടാ. പ്ലിങ്ങി. കെവിനും പ്ലിങ്ങി. എടാ എത്ര വയസ്സായടാ? 17. ഓ, എടേ, ആരുടെ ഇത്? നിങ്ങളുടെ അമ്മ അല്ലേ? ഞങ്ങളൊക്കെ കണ്ടറിയില്ലേ? കൊണ്ടുപോടാ അത്. അവ അതിന്റെ ഇടയിൽ കൂടെ രസീത് എടുക്കണേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. മേലെ മാനത്തെ പൊന്നും വണ്ടി തെളിക്കും വണ്ടിക്കാരാ. അടിപൊളി.
മകളെടാ നിങ്ങൾ എടാ നീ എന്തിനാ വായും വളർന്നോണ്ട് നിൽക്കണത്? അങ്ങോരെ എത്തിയില്ല ചേച്ചി, ഇത്തിപ്പുറം കൂടി ചേച്ചി, ചേച്ചി കൊതി വന്ന് ചാവും. ഓ നിണ്ട മോത്തേക്കല്ലേ എടാ, മേക്കപ്പ് ഒക്കെ ഇട്ടേ. നീ മിടുക്കാനാടാ. ഡയറ്റ് ഡയറ്റ് എന്ത് ചെയ്തു? എടാ നിനക്കെന്ത് പറ്റിയടാ? അമ്മ ഹാപ്പി ബർത്ത്ഡേ. പൈസ കൊടുക്കുന്നത് എടാ ഹാപ്പി ബർത്ത്ഡേ. നിന്നേനല്ലേ നീ പറഞ്ഞത്? എടാ എത്രാമത്തെ വയസ്സല്ലടാ നീ വന്ന ഇവിടെ നിങ്ങള്? ഓ 13, 14, 15, 16, 17 5 വർഷം കൊണ്ട് ഇവിടെ കിടന്ന് മെഴുവേണ് രണ്ടെണ്ണം കൂടെ. എടാ പ്രൗഡ് ഓഫ് യു പിള്ളേരെ, അടിപൊളി. അപ്പൊ ആ ജോഷേട്ടാ നിന്റെ ചെവിക്കാത്തൊക്കെ എന്താ? എടാ കുട്ടിയാണ് നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്തത് മാത്രം ഡ്രസ്സാണ്. അതെ അവന്റെ സെലക്ഷൻ സെൻസ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ, എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. നിന്നെ നല്ല മതിപ്പാണല്ലോടാ അമ്മമാർക്ക്. ഡ്രസ് ഇട്ടിട്ട് വേടാ നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കാണാനല്ല. കേറി വരൂ. നാരായണൻകുട്ടി മിനി വേർഷൻ. എടാ ഇത് അവന്റെ കയ്യിലെ സ്റ്റിക്കർ അല്ലേടാ, നിന്റെ കൈ കാണിച്ചാണ്. എടാ നീ ഇത് മനഃപൂർവ്വം എടുത്തല്ലേടാ ഉമ്മാർക്ക് വേണ്ടിട്ട്. എടാ ഞാൻ ഫണ്ടിങ് ആയിരുന്നേ മക്കളെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ? ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവനെ കുറിച്ചെടുത്ത് തിരിച്ചോ. എടാ ഇത് നീ ഇട്ടിരുന്നല്ലേ, നിനക്ക് ഇതെങ്ങനെയാടാ പാകമായത്? എടാ നിങ്ങൾ രണ്ടുപേരും ഇട്ടല്ലേ? എന്താ ചേച്ചി? അയ്യോ ചേട്ടാ ഞാൻ അറിയാതെ ചെയ്തതാണ്. അയ്യോ അത് കല്ല് ചേച്ചി, അത് ഒട്ടിക്കാന്ന് പറഞ്ഞു ശരിയല്ലേ? എടാ പോടാ. എടാ അവന്മാർ ഉടുപ്പൂരി കൊടറാ. എടാ ഷോപ്പ് സ്റ്റോപ്പിൽ ചെന്ന് പറഞ്ഞാ മതി. ഇഷ്ടപ്പെടും മതിയാത് വലുതാകുമ്പോ ഇട്ടോളാന്ന്. എടാ ഒരു കാര്യം ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഡാർക്ക് കളർ ഒരു പാൻസ് ഇട്ട് കഴിഞ്ഞാൽ ഈ ടീഷർട്ട് അതിനോട് ചേരും. ബ്ലൂ ജീൻസ് ഇല്ലേ, ബ്ലൂ ജീൻസിനോട് ഇത് പോകും. നിങ്ങൾ വേറെ 2 ടീഷർട്ട് മേടിച്ചാൽ മതി. മതി അങ്ങനെ സെറ്റ് ചെയ്താൽ മതിയടാ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കറക്റ്റ് സൈസ് ആണ് നീ എടുത്തോണ്ട് ഇത് എടാ അങ്ങനെ ചെയ്താൽ മതിയടാ. ബ്ലൂ ജീൻസ് ഇടുമ്പോ ഇതിട്, എന്നിട്ട് ഇതിടുമ്പോ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഷർട്ട് ഇട്. സെറ്റ്. ഒരു കാര്യം പൊഴിയൂരിന്റെ ബർത്ത്ഡേക്ക് നിങ്ങൾ എന്ത് വാങ്ങിച്ചു? എടാ പോടാ. എടാ കടയുടെ പേരൊന്ന് ചോക്കോപ്പേക്ക് എന്ന് പറഞ്ഞു. എടാ ഷോപ്പ് സ്റ്റോപ്പ്. ഞാൻ ഫുട്പാത്തിൽ ആദ്യം ഇത് ഊരി കൂടെ അവന്മാർക്ക് കൊള്ളാം, നന്നായിടാ. എടാ പോയിട്ട് ഹാപ്പി ബർത്ത്ഡേ മക്കളെ. എടാ വന്നോ ഒരു ഫോട്ടോ. ആൻഡ് വൈകുന്നേരം 6:30 ആയപ്പോ നമ്മുടെ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. എന്തൊരു സമാധാനം. ഇനി ഒന്ന് പുറത്തോട്ടിറങ്ങണം. രാത്രി ചെറിയൊരു പ്ലാൻസ് ഉണ്ട്. അപ്പോ ഇങ്ങനെയാണ് ബേസിക്കലി എന്റെ ഒരു ഷൂട്ട് പോവാറ്. ഇവിടെ വരും, ഷൂട്ട്, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ കലാപരി, ഇതുപോലെ എന്റർടൈൻമെന്റ് പരിപാടികൾ, പിന്നെ ഷൂട്ട് ഡേ എൻഡ് ഇതുപോലെ രാത്രി ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോൾ. അത് കഴിഞ്ഞിട്ടാണ് നോർമലി ഞാൻ പുറത്തോട്ട് വ്ളോഗ് എടുക്കാനായിട്ട് ഇറങ്ങുന്നത്. അപ്പൊ ഇന്ന് വ്ളോഗ് അല്ല, എന്റെ മനസ്സിൽ വേറൊരു പ്ലാൻ ആണ്. അത് ഞാൻ നാളെ പറഞ്ഞുതരാം. ബൈ ബൈ ഗൈസ്, ലവ് യു, ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് ആൻഡ് ബൈ ബൈ.